ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. ബഹുമാനമുള്ള മോമിനികളെ, എന്താണ്, ഒരു കുട്ടി തെമീസില്ലാതെ കുട്ടിയ 30 വയസ്സായി, അദ്ദേഹത്തിന്റെ സുന്നത്ത് ചെയ്തിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, തങ്ങളെ ഒരു കുട്ടിയുണ്ട്, തീരെ സുഖമില്ല, എന്താക്കേണ്ടത്? കുട്ടീന്റെ സുന്നത്തും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഞാൻ ചോദിക്കും, എന്താ പ്രശ്നം? അത് സുന്നത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, രക്തം നിൽക്കുകയില്ല, കുട്ടി മരിച്ചു പോകും ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കേണ്ടതില്ല, നിങ്ങൾ ബദരീങ്ങളവർക്ക് യാസീൻ ഓതി നോക്ക്, എല്ലാം അല്ലാഹു സലാമത്താകുന്നു. അത് ഞാൻ പറയും ചെയ്തു, നിങ്ങൾ വെള്ളം വെക്കുക, വാത്തിയ ഓതുക, യാസീൻ മുബീൻ്റെ അടുത്ത് ഓതുക, പിന്നെ പിന്നെ എല്ലാം ഊതി നിങ്ങൾ കുടിച്ച് ആ കുട്ടിനെ കുളിപ്പിച്ചറിയുന്നത്. അങ്ങനെ 39ാമത്തെ അങ്ങനെ തന്നെ ചെയ്തു. 39ാമത്തെ ദിവസം ആ കുട്ടിനെ ഉറച്ചിലെന്തായി, സുന്നത്താക്കിന. സുന്നത്ത് ചെയ്തു. ആര് ചെയ്തത്? ഞാനല്ല, അത് ബദരീങ്ങൾ ചെയ്തു. നിങ്ങൾക്കറിയാം, മൂടബെതിര് ഭാഗത്താണ്. എന്നോട് ഫോണാക്കി അവർ ചോദിച്ച് എന്താക്കേണ്ടത് നിങ്ങളെ, കുട്ടി നോക്കും ചെമ്മീനില്ലാതെ കുട്ടി, ആ കുട്ടീൻ്റെ പഠിച്ച് കളിക്കുന്നു. അപ്പോൾ അവരെന്താണെന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഈ കുട്ടിൻ്റെ സുന്നത്താക്കി, ചോര രക്തമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. അങ്ങനെ പിന്നെ അവർ എന്നോട് ഫോണാക്കി ചോദിച്ചു, തങ്ങൾ എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, സുന്നത്ത് ചെയ്യുന്ന ആളുണ്ടല്ലോ പ്രശ്നം, അവരോട് ചോദിച്ചു നോക്കാം അത് ശരിയാണോ ഇല്ലേന്ന്. അവരെ കൊണ്ട് കാണിച്ചു, വളരെ കറക്റ്റാണ്, ഒരു പ്രശ്നമില്ല. ഇതാണ് ബഹുമാനമുള്ള മോമിനിയങ്ങളെ, നമ്മൾ നീയത്താണ് ഏറ്റവും വലുത്. നമ്മാണ് വിന്യാസമാണ്. അപ്പം ഈമാൻ പറഞ്ഞു, നമ്മൾ എന്താണ്, നമ്മൾ പിന്നെ നീയത്തുണ്ടാവണം. ബദരീങ്ങളെ കൊണ്ടും അവരെ കൊണ്ടുമാണ് നമ്മൾ സംഗതി ശരിയാവുക എന്നുള്ള ഡോക്ടറോ മരുന്നോ കൊണ്ടും അല്ല, അവരെ കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർമാർ ബദരീങ്ങൾ തന്നെയാണ്. അവരെ കഴിച്ചു വെക്കുന്ന ഒരു രോഗത്തിന് വരാനുമില്ല, ഒരു വിരിക്കുകയിരിക്കില്ല. പക്ഷെ അതിലുള്ള വിശ്വാസമാണ് ഇത്